വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ചെറിയ പെരുന്നാൾ വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും ആഘോഷം. ഒരു മാസം നീണ്ട വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഈ ദിനത്തിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരത്തിനായി ആയിരക്കണക്കിന് വിശ്വാസികൾ ഒത്തുകൂടുന്നു. വിവിധ ഇടങ്ങളിലെ ഈദ്ഗാഹുകളും പള്ളികളും പ്രത്യേകമായ ഒരുക്കങ്ങളോടെ സജ്ജമാക്കിയിരിക്കുകയാണ്. തക്ബീർ ധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ സന്തോഷവും ആത്മീയതയും നിറഞ്ഞ ഈ ദിവസം വിശ്വാസികളുടെ ജീവിതത്തിൽ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം പകരുന്നു. വിപ്ര ന്യൂസ് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഈദ് മുബാറക്. സഞ്ജു സാംസൺ പകരക്കാരില്ലാത്ത താരം റിയാൻ പരാഗ്. ജയ്പൂർ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ എന്നിവരെ പോലെ തന്നെ പകരക്കാരില്ലാത്ത കളിക്കാരനാണ് സഞ്ജു സാംസൺ എന്ന് രാജസ്ഥാൻ റോയൽസിന്റെ പുതിയ നായകനായ റിയാൻ പരാഗ് അഭിപ്രായപ്പെട്ടു. 2021 മുതൽ 2025 വരെ ടീമിനെ നയിച്ച സഞ്ജു ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് മാറിയിരുന്നു. ഇതോടെയാണ് ടീമിന്റെ നായക സ്ഥാനത്ത് റിയാൻ പരാഗിനെ നിയമിച്ചത്. ഇറാൻ യുദ്ധം അമേരിക്കയ്ക്ക് വൻ നഷ്ടമെന്ന റിപ്പോർട്ട്. വാഷിംഗ്ടൺ. ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ ആളില്ലാ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് 16 യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതിൽ ഇറാന്റെ ആക്രമണത്തിൽ തകർന്ന 10 റീപ്പർ സ്ട്രൈക്ക് ഡ്രോണുകളും ഉൾപ്പെടുന്നു. യുദ്ധം 3ാം വാരത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് അമേരിക്കയ്ക്ക് ഇത്രയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വിവരം ലഭിക്കുന്നത്. ദയാവധത്തിന് തുടക്കം. ഹരീഷ് റാണയുടെ വേദനയില്ലാത്ത വിടവാങ്ങി. ദില്ലി. വേദനയില്ലാത്ത മരണത്തിലേക്ക് UP സ്വദേശി ഹരീഷ് റാണ കടക്കുന്നു. റാണയുടെ ദയാവധ നടപടികൾ ആരംഭിച്ചതോടെ ഫീഡിംഗ് ട്യൂബും ഓക്സിജൻ സപ്പോർട്ടും നീക്കം ചെയ്തിട്ടുണ്ട്. എയിംസിലെ ഡോക്ടർ സീമ മിശ്ര അടക്കം 10 ഡോക്ടർമാർ അടങ്ങിയ സംഘമാണ് നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. മരണം വേഗത്തിലാക്കുക എന്നതല്ല, വേദനയില്ലാത്ത അന്ത്യം ഉറപ്പാക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകുന്നത്. അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം ഓരോ പൗരന്റെയും അവകാശമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഉത്തരവ്. അവൻ ഇനി ഒറ്റയ്ക്കല്ല. പഞ്ചിനെ ഗേൾഫ്രണ്ടായി മോമോ ചാനൊപ്പം കളിക്കുന്ന ദൃശ്യങ്ങൾ വൈറൽ. പഞ്ചിനെ ഒറ്റയ്ക്കല്ല എന്ന വാർത്ത നൽകുന്ന ആശ്വാസം ചെറുതല്ല. ജപ്പാനിലെ ഇച്ചിക്കാവ സിറ്റി മൃഗശാലയിൽ ജനിച്ചയുടൻ അമ്മ ഉപേക്ഷിച്ച കുട്ടിക്കുരങ്ങായ പഞ്ചിന് മൃഗശാല അധികൃതർ നൽകിയ ഒറാങ്ങുട്ടൻ ഭാവിയായിരുന്നു ഇതുവരെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഏക ആശ്രയം. മറ്റു കുരങ്ങുകൾ അവനെ അകറ്റി നിർത്തുമ്പോൾ ആ പാവയെ കെട്ടിപ്പിടിച്ച് ഒതുങ്ങി നിൽക്കുന്ന ദൃശ്യം ലോകത്തിന്റെ മനസ്സിൽ തൊട്ടിരുന്നു. ഇപ്പോഴിതാ പഞ്ചിന് ഒരു കൂട്ടുകാരി ലഭിച്ചിരിക്കുകയാണ്. മോമോ ചാൻ എന്ന് പേരിട്ടിരിക്കുന്ന പെൺകുരങ്ങാണ് അവന്റെ പുതിയ കൂട്ടുകാരി എത്തിയിരിക്കുന്നത്. പഞ്ചും മോമോ ചാനും ഒരുമിച്ച് കളിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ഒരിക്കൽ ഒറ്റപ്പെട്ടിരുന്ന പഞ്ചിനെ ഇനി സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്നത് മോമോ ചാനാണ്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.